ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ വിവിധ വിവാദങ്ങൾ നേരിടുന്നതിനിടെയാണ് ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ പുതിയ വിവാദങ്ങൾക്ക് തിരിതെറുത്തത്. മുരളി ഗോപി എഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ തിയേറ്ററിൽ എത്തിയതിനു ശേഷമാണ് അതിൽ പ്രതിപാദിച്ച ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ ചിലരെ ചൊടിപ്പിച്ചത്. ഇതേ തുടർന്ന് മോഹൻലാൽ ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ഖേദമുണ്ടെന്നറിയിച്ചെങ്കിലും വിവാദങ്ങൾ ശമിപ്പിക്കാനായില്ല. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ സിനിമയിൽ ഉൾക്കൊള്ളിച്ചതിന്റെ പേരിൽ തന്റെ മകനെ വേട്ടയാടുകയാണെന്ന അഭിപ്രായമാണ് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ മോഹൻലാൽ തന്റെ സിനിമകളുടെ പ്രിവ്യൂ കാണാറില്ലെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയ മേജർ രവി വിവാദങ്ങൾക്ക് മറ്റൊരു വഴി തുറക്കുകയായിരുന്നു. പൃഥ്വിരാജ് തങ്ങളെ വഞ്ചിച്ചുവെന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ പറഞ്ഞിട്ടില്ല എന്നും ആർക്കു വേണ്ടിയാണ് മേജർ രവി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്, പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നും സീനുകൾ ഒരുമിച്ച് ചിത്രീകരിച്ചതാണെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ടെന്നും ഷൂട്ടിങ്ങിനിടെ രംഗങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എഴുത്തുകാരൻ മുരളി ഗോപി എപ്പോഴും അങ്ങനെ ചെയ്യാൻ തയ്യാറായിരുന്നു. പിന്നെ എല്ലാം അന്തിമമാക്കി സിനിമ റിലീസ് ചെയ്യുമ്പോൾ പൃഥ്വിരാജ് മാത്രം അതിന് ഉത്തരവാദിയാകുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു മല്ലിക സുകുമാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ഇതിനിടെയാണ് വീണ്ടും മല്ലിക സുകുമാരനും സുപ്രിയ മേനോനുമെതിരെ വ്യക്തിപരമായ ആക്രമണവുമായി ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയത്. സുപ്രിയ അർബൻ നക്സലൈറ്റ് ആണെന്നും അഹങ്കാരിയായ മരുമകളെ നിലക്കി നിർത്താനാണ് മല്ലിക ശ്രമിക്കേണ്ടതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സിനിമയെ ഒരു കലാസൃഷ്ടിയായി മാത്രം കാണാൻ കഴിയാതെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും കുടുംബങ്ങൾക്കു നേരെ വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ലെന്നും ഇവരൊക്കെ ഇനി എന്നാണ് മനസ്സിലാക്കുക. വ്യക്തിഗത വംശനിന്ദ, അപകീർത്തി, അശ്ലീല ആരോപണങ്ങൾ തുടങ്ങിയവയുണ്ടെങ്കിൽ അതിനെ നിയമപരമായ രീതിയിൽ നേരിടുന്നതാണ് ഉചിതം. നിരാകരണം ശക്തമായെങ്കിലും സംസ്കാരത്തിന്റെ അതിരുകൾ ഗോപാലകൃഷ്ണൻ പാലിക്കണം.